ഹായ്, എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് ഹാർദമായ സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം തേവയ്ക്കൽ എന്ന സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2400ഓളം സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു സ്റ്റഡി റൂമും നൽകിയാണ് ഈ വീട് പണികഴിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ലൊക്കേഷനിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 5 കിലോമീറ്റർ ദൂരവും തൊട്ടടുത്തുള്ള എടപ്പള്ളിയിലേക്ക് ഏതാണ്ട് ഒരു 8 കിലോമീറ്റർ ദൂരവുമാണ് വരുന്നത്. നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്കൊന്ന് പോകാം. ധാരാളം വീടുകളെല്ലാം ഉള്ള മനോഹരമായൊരു ലൊക്കേഷനിലാണ് കേട്ടോ ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. നല്ലൊരു എലിവേഷനിൽ ചുറ്റും കോമ്പൗണ്ട് വാൾ നൽകിയിരിക്കുന്നു. സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റ് ഈ വീടിന് നൽകിയിട്ടുണ്ട്. മാത്രമല്ല 2018-19 കാലഘട്ടങ്ങളിൽ ഫ്ലഡ് ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് ഈ വീടിൻ്റെ നിർമ്മാണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ കാക്കനാട് ഇൻഫോ പാർക്കിലേക്കെല്ലാം ഒരു 5 കിലോമീറ്റർ മാത്രം ദൂരമാണ് ഈ വീട്ടിൽ നിന്ന് വരുന്നുള്ളൂ. കൂടാതെ ഇടപ്പള്ളിയിലേക്കാണെങ്കിൽ ഒരു 8 കിലോമീറ്ററോളം ദൂരവും പാലാരിവട്ടത്തേക്ക് 8 കിലോമീറ്റർ ദൂരവും തൊട്ടടുത്തുള്ള കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഒരു 4 കിലോമീറ്റർ മാത്രം ദൂരവും വരുന്നുണ്ട്. മാത്രമല്ല ബസ് റൂട്ടാണെങ്കിൽ ജസ്റ്റ് ഒരു 300-350 മീറ്റർ മാത്രം ദൂരവും വരുന്ന നല്ലൊരു ലൊക്കേഷനിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ധാരാളം വീടുകളെല്ലാം ഉണ്ട്. മനോഹരമായ വീടുകളാണ് ഈ വീടിന് ചുറ്റുഭാഗത്തുമുള്ളത്. നല്ല റോഡ് ആക്സസും നമുക്കിവിടെ ലഭ്യമാണ്. ഏതൊരു ഭാഗത്തേക്കും, തൃപ്പൂണിത്തുറ ഭാഗത്തേക്കായാലും ആലുവ സൈഡിലേക്കായാലും അതുപോലെ കളമശ്ശേരി കാക്കനാട് ഭാഗത്തേക്കായാലും ഈസിലി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായൊരു മുൻവശത്ത് മതിലാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. 2 ഗേറ്റുകളാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഒരു പെഡസ്ട്രിയൻ ഗേറ്റും ഒരു വലിയ ഗേറ്റും സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റും ഈ വീടിന് നൽകിയിരിക്കുന്നു. നല്ല ഭംഗിയിലാട്ടോ ഈ ഗേറ്റിൻ്റെ എല്ലാ നിർമ്മാണം. വീടിൻ്റെ മുൻവശത്തായി കടുപ്പാക്കല്ലുകൾ വിരിച്ചിരിക്കുന്നു. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിട്ടുണ്ട്. ഏതൊരു വലിയ വാഹനം ഈസിയായി കടന്നു വരാവുന്ന വീതി കൂടിയ ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയ റോഡ് ഫ്രണ്ടേജായി തന്നെയാണ് ഈ വീടിൻ്റെ നിർമ്മാണം. മാത്രമല്ല സ്കൂളുകളാണെങ്കിലും ബാങ്കുകൾ, പമ്പ്, അതേപോലെ തന്നെ മാർക്കറ്റുകൾ, ചർച്ചുകൾ, മോസ്ക്, ടെമ്പിളുകൾ ഇതെല്ലാം ഏതാണ്ട് ഒരു 1 കിലോമീറ്റർ ചുറ്റളവിൽ നമുക്കിവിടെ ലഭ്യമാണ്. തീർത്തും വാസ്തുശാസ്ത്രപരമായി തന്നെയാണ് കേട്ടോ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ദിക്കിലേക്കാണ്. വിശാലമേറിയൊരു മുറ്റം ഈ വീടിന് അവൈലബിൾ ആണ്. ഇൻ്റർലോക്ക് ചെയ്ത് നല്ല ഭംഗിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 3 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. മാത്രമല്ല ഈ വീടിൻ്റെ സൈഡ് വശങ്ങളിലായ പ്ലാന്റുകളെല്ലാം വയ്ക്കാനുള്ള പ്രത്യേക ഏരിയ എല്ലാം ഒരുക്കിയിരിക്കുന്നു. 5 സെൻറ്റ് വരുന്നതുകൊണ്ട് തന്നെ നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ വീടിൻ്റെ സെറ്റ് ബാക്കും അതേപോലെ തന്നെ മുറ്റവും എല്ലാ സ്പേഷ്യസ് ആയി തന്നെയാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായി കിണർ വരുന്നുണ്ട്. വടക്ക് കിഴക്ക് മൂലയിലായാണ് കിണർ നൽകിയിരിക്കുന്നത്. ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു കിണറാണ്. ഈ വേനൽക്കാലത്ത് പോലും ധാരാളം വെള്ളം കിണറിൽ കാണുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു ഭാഗത്താണെങ്കിൽ പ്ലാന്റുകളെല്ലാം നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. നല്ല ഭംഗിയിലുള്ളൊരു കൊളോണിയൽ മോഡലിലാണ് കേട്ടോ ഈ വീടിൻ്റെ നിർമ്മാണം. വീടിൻ്റെ മുൻവശത്തായി ചെറിയൊരു സീറ്റ് ഔട്ടാണ് നൽകിയിരിക്കുന്നത്. ഗ്ലോസി ഫിനിഷുള്ള ഗ്രാനൈറ്റാണ് ഇതിന് നൽകിയിരിക്കുന്നത്. മനോഹരമായൊരു ഡോറ്, ഫ്രണ്ട് വശത്തെ ഡോറ് വളരെ മനോഹരമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നേരെ നമ്മൾ കയറി ചെല്ലുന്ന ഇവിടുത്തെ ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. നല്ല ഭംഗിയിലുള്ള ക്വാളിറ്റിയുള്ള ഒരു ലിവിങ് സ്പേസാണ് നമ്മൾ ഈ കാണുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. വലിയൊരു TV യൂണിറ്റ് ഇവിടെ അവൈലബിൾ ആണ്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി തന്നെയാണ് ഈ ലിവിങ് സ്പേസ് ഒരുക്കിയിരിക്കുന്നത്. വലിയ വെട്രിഫൈഡ് ടൈൽസുകളാണ് കേട്ടോ ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ വലിയൊരു TV യൂണിറ്റ് വയ്ക്കാനുള്ള സ്പേസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മൾട്ടിവുഡിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് ഈ ഒരു ഭാഗത്തായി ഡബിൾ ഹൈറ്റ് നൽകിയിരിക്കുന്നു. നല്ല ഭംഗിയിലാണ് ഈ ഒരു ഏരിയ എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഒരു പർഗോളയാണ് നമ്മൾ ആ ഹൈറ്റിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും വെളിച്ചം ലഭിക്കുന്ന ഒരു മെത്തേഡിലാണ് അത് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്ക് ഒന്ന് പോകാം. നല്ല സ്പേഷ്യസ് ആയ ഒരു ഡൈനിങ് ഏരിയ ആണ് കേട്ടോ നമുക്കിവിടെ ലഭിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 12 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായി വാഷ് കൗണ്ടർ, ഒരു കോമൺ വാഷ് ഏരിയ നൽകിയിരിക്കുന്നു. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. മനോഹരമായൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് കേട്ടോ ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ സാനിറ്ററി ഫിറ്റിംഗ്സുകൾക്കായി സെറ ബ്രാൻഡാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്തായി ധാരാളം ഷെൽഫുകളെല്ലാം നൽകിയിരിക്കുന്നു. ഇൻവെർട്ടർ യൂണിറ്റ് എല്ലാം വയ്ക്കാനുള്ള പ്രത്യേക ഏരിയ നമുക്കിവിടെയാണ് ലഭ്യമായിട്ടുള്ളത്.
മനോഹരമായൊരു ഓപ്പൺ കിച്ചണാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ല നല്ല ഭംഗിയുള്ളൊരു കിച്ചണാണ്. ധാരാളം കബോർഡ് വർക്കുകൾ നല്ല മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. ഒരു വുഡ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഇവിടുത്തെ കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിച്ചൺ ടോപ്പിനായി നാനോ വൈറ്റ് ഗ്രാനൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചണോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ കൂടി അവൈലബിൾ ആണ്. ഇവിടെയും നമുക്ക് വാഷ് ബേസിനും വർക്കിംഗ് ടേബിളും കബോർഡ് വർക്കുകളെല്ലാം നൽകിയിരിക്കുന്നു. സൈഡ് വശങ്ങളിൽ അത്യാവശ്യം സെറ്റ് ബാക്ക് നൽകി തന്നെയാണ് കേട്ടോ ഈ വീടിൻ്റെ നിർമ്മാണം. നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂം സൈഡിലേക്ക് പോയാൽ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ്. ഏതാണ്ട് ഒരു 12x14 എന്ന അളവിലാണ് ബെഡ്റൂം നൽകിയിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഈ ബെഡ്റൂമിൻ്റെ ഒരു വാൾ പേപ്പറെല്ലാം നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ആയ ബാത്റൂമാണ്. വെറ്റ് ആൻഡ് ഡ്രൈ ആയി തിരിച്ച് ഡിവൈഡ് ചെയ്ത ഒരു ബാത്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. കൺസീൽഡ് ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂം, ഗ്രൗണ്ട് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ ഇവിടെയും ചെയ്തിരിക്കുന്നു. വലിയ വെട്രിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. ഏതാണ്ട് ഒരു 12x13 എന്ന അളവിലാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. വാളുകളിൽ വാൾപേപ്പറെല്ലാം നൽകി ഭംഗിയാക്കിയിരിക്കുന്നു. ബാത്റൂം സൈഡിലേക്ക് പോയാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാത്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകൾ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ നിർമ്മിച്ച ഈ ബാത്റൂമിന് ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയാൽ സ്റ്റെയർകേസ് ഈ ഒരു ഭാഗത്ത് നിന്ന് നൽകിയിരിക്കുന്നു. ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും ഹാൻഡ് റെയിലിനായി ടഫൻ ഗ്ലാസും വുഡുമാണ് നൽകിയിരിക്കുന്നത്. നേരെ കയറിച്ചെല്ലുന്ന അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. മനോഹരമായൊരു അപ്പർ ലിവിങ് ഏരിയയാണ് നമുക്ക് ലഭിക്കുന്നത്. ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം നൽകിയിരിക്കുന്നു. നല്ല സ്പേഷ്യസ് ആയ ഒരു ലിവിങ് സ്പേസാണ്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. വാളുകളിൽ പറകോളകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. 2 ബെഡ്റൂമുകളാണ് നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ എല്ലാം ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. ഒരു ടി വി യൂണിറ്റ് നൽകി തന്നെയാണ് ഈ ഒരു ലിവിങ് സ്പേസ് ഒരുക്കിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായി ടി വി യൂണിറ്റ് നൽകിയിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കുകൾ ഇവിടെയും ചെയ്തിരിക്കുന്നു. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിരിക്കുന്നു. 6 പാടുകളുള്ള ഒരു വെന്റിലേഷൻ സൗകര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വലിയ വെട്രിഫൈഡ് ടൈൽസ് ഫ്ലോറിങ്ങിനായും നൽകിയിരിക്കുന്നു. ഇവിടെ നിന്നും ബാൽക്കണിയിലേക്ക് ഒരു എൻട്രി വരുന്നുണ്ട്. ടഫൻ ഗ്ലാസും സീലും നൽകിയാണ് ഹാൻഡ് റെയിലെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂം സൈഡിലേക്ക് പോയാൽ 2 ബെഡ്റൂമുകളാണ് കേട്ടോ ഈ ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഏതാണ്ട് 12x14 എന്ന അളവിലാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. മാത്രമല്ല വാൾഡ്രോബ് സൗകര്യം മനോഹരമായ രീതിയിൽ വലിയൊരു വാൾഡ്രോബ് സൗകര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. ഈ വാൾഡ്രോഫിന് വേണ്ടി മൾട്ടിവുഡ് മെറ്റീരിയൽസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ആയ ബാത്റൂം ഡിവൈഡായി തന്നെ പാർട്ടീഷൻ ചെയ്ത് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂം ഒന്ന് കാണാം. മനോഹരമായ ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. 12x14 എന്ന അളവിൽ തന്നെയാണ് ഇതും നിർമ്മിച്ചിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. ഇവിടുത്തെ എല്ലാ റൂമുകളും എല്ലാ ബെഡ്റൂമുകളിലും ലിവിങ് സ്പേസ് ഡൈനിങ് സ്പേസ് എല്ലാ ഭാഗത്തായാലും BLDC ഫാൻ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായി ഒരു ഓപ്പൺ നൽകിയിരിക്കുന്നു. ടഫൻ ഗ്ലാസ് നൽകിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ആയ ബാത്റൂം വെറ്റ് ആൻഡ് ഡ്രൈ ആയി തിരിച്ച് ടഫൻ ഗ്ലാസ് എല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. മാത്രമല്ല കൺസീൽഡായിട്ട് തന്നെയാണ് ബാത്റൂമിൻ്റെ ഫിറ്റിങ്സുകളുടെ നിർമ്മാണം. 2 ബെഡ്റൂമുകൾ കൂടാതെ ഒരു സ്റ്റഡി റൂം അല്ലെങ്കിൽ ഒരു യൂട്ടിലിറ്റി സ്പേസും നമുക്ക് ഈ വീടിന് ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആണ്. അത്യാവശ്യം വലിപ്പമുള്ളത് തന്നെയാണ് യൂട്ടിലിറ്റി സ്പേസും. 5 സെൻറ്റിലാണ് കേട്ടോ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 2400 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു സ്റ്റഡി റൂം അല്ലെങ്കിൽ യൂട്ടിലിറ്റി സ്പേസ്, ഈ കാണുന്ന യൂട്ടിലിറ്റി സ്പേസുമായി വരുന്ന ഈ വീടിൻ്റെ ഈ ഭാഗത്തു നിന്ന് തന്നെയാണ് ടെറസിലേക്കുള്ള സ്റ്റെയർകേസ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ വില്ല ഭാഗങ്ങളിലേക്ക് പോകാം.
5 സെൻറ്റിൽ 2400 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു സ്റ്റഡി റൂമുമായി വരുന്ന ഈ വീടിന് ചോദിക്കുന്ന വില 1,10,00,000 രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളാണ്. സൈറ്റ് വിസിറ്റിങ്ങിനായി ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാ ബാങ്കുകളിലെയും ലോൺ സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭദിനം.